ഇത് വൈകിട്ട് 6:30 6:45 ടൈമിലുള്ള സമയമാണ് ഈ വളയനാട് ക്ഷേത്രത്തിലെ കാഴ്ച. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത്. ഇത് രാത്രിയിലെ കാഴ്ച. അപ്പം നമുക്ക് കണ്ടാലോ. അപ്പം ഇതാണ് രാത്രിയിലെ കാഴ്ച എന്ന് പറഞ്ഞത്. രാത്രി എന്ന് വെച്ചാൽ ലൈറ്റ് കൊണ്ടുള്ളൊരു കളിയായിരുന്നു. കുറേ എന്താ പറയുക, ലൈറ്റ് കൊണ്ട് നിർമ്മിച്ച ശിവന്, പാർവതി, ഗണപതി, അങ്ങനെ കുറേ ആൾക്കാർ ഉണ്ട്. സത്യം പറയാച്ചാൽ നല്ല ഭംഗി തന്നെയാണ് അത് കാണാൻ. ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ രാത്രി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബല്ലേ രാത്രി. ഇത് പകലിനേക്കാളുമാണ് രാത്രി. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞാനും മക്കളും കൂടെ വന്നത്. അപ്പം മക്കൾക്ക് കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് മക്കളെ കൊണ്ടുവരാൻ വിചാരിച്ച്. രാത്രി ആകുമ്പോൾ നല്ല വൈബാണല്ലോ, നിങ്ങളെന്നെ കാണുന്നില്ലേ, നല്ല അടിപൊളി വൈബാണ്. സത്യം പറയാച്ചാൽ എന്തോ ഒരു നല്ല ഫീലിങ്. അതായത് രാവിലത്തേക്കാളുമാണ് രാത്രി. അടിപൊളി ഗണപതി ഭഗവാൻ. ആഹാ. പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു, കുറേ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക് ആൾ വരുന്നു. അപ്പം നമ്മളെ വളയനാട് ക്ഷേത്രമാണ് ഈ കാണുന്നത്. പാനിപ്പൂരിയുണ്ട്, പോപ്കോണിൻ്റെ സെക്ഷന്, പിന്നെ ഇവിടെ മാല, കളിപ്പാട്ടങ്ങൾ, ഇവിടെ വീണ്ടും മുളക് ബജി, പുളിക്ക് സർബത്ത്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഗാനമേള കണ്ട് അടിച്ച് പൊളിച്ചു. കുറച്ച് അവിടുന്ന് കഴിക്കാനുള്ളതൊക്കെ ഓരോന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചേറെ മക്കളായിട്ട് അവിടെ ഇരുന്ന് പഴയ പാട്ടാണ്. എന്തായാലും ഒരു ഓൾഡ് സോങ് ഗാനമേള ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം രാത്രി അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ പിന്നെ രാത്രിയായി, നമുക്ക് വീട്ടിൽ പോകണം, ഒരുപാട് ടൈമായി. അപ്പം ഓക്കെ, ടാറ്റ, ബൈ ബൈ.